പിന്നിലും അങ്ങ് പോവുകയാണ്. എന്നൊക്കെയാണ് സഹാബത്തിന്റെ കയ്യിലുള്ളത്? നിരായുധരാണ്. ആയുധങ്ങളില്ല, പടക്കോപ്പുകളില്ല, പടയങ്കികളില്ല, പരിചകളില്ല, നൃത്തം ചെയ്യാൻ പെണ്ണുങ്ങളില്ല, കള്ളില്ല, ഒന്നുമില്ലാതെ സഹാബത്ത് പോകുകയാണ്. 3 കുതിരകൾ, അതെ 70 ഒട്ടകങ്ങൾ, ഒരു ഒട്ടകപ്പുറത്ത് 3 ആളുകൾ വീതം കയറുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഒട്ടകപ്പുറത്ത് 3 പേര് കയറുകയാണ്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇറങ്ങിയിട്ട് പറയുന്നു, സഹാബത്തെ ഇനി ഞാൻ കുറച്ച് നടക്കട്ടെ. അപ്പൊ സഹാബത്ത് പറയാണ്, വേണ്ട വേണ്ട നബിയെ, നിങ്ങൾ നേതാവാണ്, നിങ്ങൾ നിങ്ങളുടെ ഇമാമാണ്, ചീഫ് കമാൻഡർ ആണ്. അപ്പോഴാണ് നബി തങ്ങളുടെ മറുപടി, നഹ്നു നംശിയൻ കഫഖാല മാ അൻതുമാ ബിഅഖ്വാ മിന്നി വലാ അൻ ബിഅഗ്നാ അനിൽ ആഖിരി മിൻകുമാ. നിങ്ങളെ പോലത്തെ കൂലി എനിക്കും കിട്ടണ്ടേ? നിങ്ങൾ എന്നേക്കാൾ ശക്തിയുള്ളവരാണോ? ശക്തിയുടെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ നമ്മൾ തുല്യരല്ലേ? സുബ്ഹാനല്ലാഹ്. നേതാവ് പറയുന്ന മറുപടി, ഇന്ന് ഏതാണ് സമരങ്ങൾ നടക്കുന്നു, പല സമരങ്ങളും നമ്മൾ കാണാറുണ്ട്, പല പ്രകടനങ്ങളും നമ്മൾ കാണാറുണ്ട്. എന്താണ് ആ സമര പോരാട്ടങ്ങള്? നേതാക്കന്മാരുണ്ടാവില്ല, അണികളെ അതാ പറഞ്ഞേക്കുന്നു. അവസാനം അടിയും പിടിയുമാകുമ്പോ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്താനല്ലാതെ നേതാക്കന്മാർ നമ്മളെ കാണാറില്ല. അടികൊള്ളാൻ അണികളും, അതെ വീമ്പളക്കാൻ നേതാക്കളുമാണ്. എന്നാൽ നബിതങ്ങളെ കണ്ടുപഠിക്കോ, നബിതങ്ങളെ കണ്ടുപഠിക്കോ, നബിതങ്ങളെ കണ്ടുപഠിക്കോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ യുദ്ധത്തിന് പോരാത്ത 10 സഹാബികളുണ്ട്. അതിൽ പ്രധാനിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്. യുദ്ധത്തിന് പോയില്ല. എന്താ കാരണം? റസൂലുള്ളാഹിന്റെ മകളാകുന്ന റുഖയ്യ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അസുഖമാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ റുഖയ്യ ബീവിയെ പരിചരിക്കാനായി വീട്ടിലിരിക്കുക, റുഖയ്യ ബീവിക്ക് സന്തോഷം സമാധാനവും കൊടുക്കുക. അങ്ങനെ പല കാരണങ്ങളാൽ മറ്റ് 9 പേരും, ഇവരൊക്കെ ബദർ ശുഹദാക്കളിൽ, ബദരീങ്ങളിൽപ്പെട്ടവരാണ്. യുദ്ധത്തിന് പങ്കെടുക്കാത്തവർക്കും ബദറിന്റെ പോരിശ, ബദറിന്റെ പവർ, ശുഹദാക്കളുടെ പവർ, ബദരീങ്ങളുടെ അതേ വിറ്റോ പവർ ആർക്കുമുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ സുബ്ഹാനല്ലാഹ്. അങ്ങനെ അതാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതാ പോവുകയാണ്, ബദറിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് പറഞ്ഞാൽ തീരുമോ ബദർ ചരിത്രം? ചുരുക്കി നമ്മൾ ആവശ്യമുള്ളത് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കേണ്ട താമസം. അതാ ശത്രുക്കളും പുറപ്പെടുകയാണ്. എങ്ങോട്ട്? ബദർ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. എങ്ങനെയാണ് അവര് പുറപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്. മുത്തുനബി എങ്ങനെയാ പുറപ്പെട്ടത്? അതെ, അവരെങ്ങനെയാണ് പുറപ്പെട്ടത്? അറിയണേ മുഅ്മിനേ, കേൾക്കണേ മുഅ്മിനേ. സുബ്ഹാനല്ലാഹ്. അബൂജാഹിൽ പറയുന്നു, നമ്മളെ വധിക്കാൻ, നമ്മളെ തകർക്കാൻ അതാ പുറപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളും അതേ ബദറിലേക്ക് പോകണമെന്ന് പറയുന്നു. 980ഓളം വരുന്ന ശത്രുക്കൾ അണിനിരന്നു പോയ നേതാവാരാണ്? അബൂജാഹിലാണ്. അബൂജാഹിലതാണിഞ്ഞൊരുങ്ങുകയാണ്. പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയുള്ളൊന്ന് ലിമാസ് ചമൈന്ത് പുതുമാകസബിട്ടുകൾ വൈത്തഹരീറുമുടുത്തിടവേ മികവായ ഫട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അരനാട് ചൊറ്റികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വരേക്ക് പതിത്തിടലായി. മറിയം സുവനം പല ചൗകറും പണിത്തൊരു താജത് ചോണേ മനതിൽ കിബിറത്തിന 20 അത്തിനയും ചിതമായി പുനയവനാക വജ്രമാം ഒരു വാൾ കഴിക്കകമേ നടമേടെ ഫട്ടയുമേ അതിനകം മകപേലുകളൊക്കെ ഇടത്തിലെടുത്ത് മതിത്തിടവേ. എന്താണ്? എല്ലാ പടയങ്കിയും പടക്കോപ്പുകളും എല്ലാ ആയുധങ്ങളും അതാ ധരിച്ചു
അഹങ്കരിച്ചുകൊണ്ട് കിബിറോടുകൂടി അബൂജഹൽ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. മോമിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, പട്ടിണി കോലങ്ങളാകുന്ന 313 പേര് ഒരു ഭാഗത്തും, അതാ എല്ലാ നിലക്കും ഭക്ഷണങ്ങളും, എല്ലാ നിലക്കും അതാ കുടിക്കാൻ മദ്യവും, കഴിക്കാൻ ഒട്ടകവും, അങ്ങനെ എന്ത് പറയുന്നു, ഇവർക്ക് ആവേശം പകരാൻ പെണ്ണുങ്ങളുമുണ്ട്, നഗ്നരായ പെണ്ണുങ്ങൾ നൃത്തം വെക്കാനുണ്ട്. ഇങ്ങനത്തെ അവര് അതാ ബദറിന്റെ 2 ഭാഗത്ത് തമ്പടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികത്ത് വന്നിട്ട് സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. എന്നിട്ടെന്താണ് പറയുന്നത്? നബിയേ, കുടിക്കുന്ന വെള്ളം തീർന്നു പോയി, അതേ കുളിക്കാൻ വെള്ളമില്ല, ക്ഷീണം കൊണ്ട് സ്വപ്നസ്ഖലനമുണ്ടായി പോയി, കുളി നിർബന്ധമാണല്ലോ, വെള്ളമില്ലല്ലോ, വെള്ളം വേണം നബിയേ. ആ സമയത്താണ് റസൂലുള്ളാഹി തങ്ങളെ പറയുന്നു, ഓ സഹാബ, പേടിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, വെള്ളം വേണമല്ലേ, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഓ ഉമ്മമാരെ, ആരാ പറയുന്നത്? നബി തങ്ങളാ പ്രാർത്ഥിക്കുന്നത്. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്? വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒട്ടിയ വയറുമായി വന്നവര് അതാ സഹാബത്തിന്റെ കയ്യിൽ നോമ്പ് തുറക്കാനുള്ള അതേ കുറച്ച് ഈത്തപ്പഴമല്ലോ, വെള്ളം വേണമല്ലോ നോമ്പ് തുറക്കാൻ. വെള്ളമില്ല, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് വെള്ളം വേണം. അപ്പുറത്തെന്താണ്? അതാ 950ഓളം വരുന്ന മുശ്രിക്കുകള്, 950ഓളം വരുന്ന ശത്രുക്കള് അതാ ഒട്ടകത്തെ അറുത്തിട്ട് കഴിക്കുകയാ. നിങ്ങൾ നോക്ക്, ഒട്ടകത്തെ അറുക്കുകയാണ്. ഇരുന്ന് നെടിൽകളെ അറുക്കയും അത് ഭുജിക്കയും ഖംറ കുടിക്കയും ഇടര പജദശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും. ഇരുന്ന് നെടിൽകളെ അറുക്കയും അത് ഭുജിക്കയും ഖംറ കുടിക്കയും ഇടര പജദശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും. ഇരുന്ന് നെടിൽകളെ, ഒട്ടകങ്ങളെ അറുക്കുക, അത് ഭുജിക്കുക, തിന്നുക. ഖംറ് എന്ന കള്ളാണ്, അത് കുടിക്കുക. ഇടര പജദശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും. തിരമൈ അതുപോലെ തകർക്കലായി നമ്മൾ ഇരിക്കലോ ദിനമൊരിക്കലും. സിഹ്റൽ മുഹമ്മദും എടുക്കുന്ന ഫലിക്കുക ഒരു വിധത്തിലോ. അതേ അനുയായികൾ വന്നിട്ട് അബൂജഹലിനോട് ചോദിക്കാണ്, മുഹമ്മദിന്റെ അടുത്ത് എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ഉണ്ടാവും, തന്ത്രങ്ങളൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി. അപ്പോൾ അബൂജഹൽ പറഞ്ഞെന്താണ്? മുഹമ്മദിന്റെ അരികത്തുള്ള ഒരു സിഹ്റും ഫലിക്കൂല, ഒരു സിഹ്റും ഫലിക്കൂല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സിഹ്റും ഫലിക്കൂല. അബൂജഹൽ പറഞ്ഞു കൊടുക്കാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ബേജാറിലാണ്. എന്തിന് ബേജാറാണ്? വെള്ളമില്ലാത്തതിന്റെ പേരിൽ. ഞാനിത് പറയാനുള്ള കാരണം, ആരാണ് ബദരീങ്ങൾ? എങ്ങനെയാ ബദർ ശുഹദാക്കൾ ഉണ്ടായത്? പഠിക്കണം മുഅ്മിനേ, ചിന്തിക്കണം മുഅ്മിനേ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, സഹാബ, ഇപ്പം വെള്ളം കിട്ടൂല, എനിക്ക് സമയമില്ല, നിങ്ങൾ പോയിരുന്നോ എന്ന് പറഞ്ഞു ആട്ടിയില്ല. നബി തങ്ങൾ പറയാണ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അല്ലാഹുവിനോട് കേണപേക്ഷിക്കട്ടെ. പല്ലല്ലിനും പല്ലലായ റസൂൽ മുഹമ്മദരാ കഹൻ ഭൂമി വാഴുന്ന ഏകമാമിവകളെയങ്ങൾ മൊളിവരാ. അതേ നബി തങ്ങളെ പറയാണ്, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, ഞാനൊന്നതാ രാജാതിരാജാവായ ജഗനിയന്താവായ റബ്ബിനോട് ഞാനൊന്ന് ദുആ ചെയ്തു നോക്കട്ടെ. മുത്തുനബി ആട്ടിയില്ല, മുത്തുനബി വെള്ളമില്ലെന്ന് പറഞ്ഞില്ല.
സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ ദുആ ചെയ്തു ആരോട് രാജാതിരാജാവായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് നബി തങ്ങൾ ആ ദുആ ചെയ്യേണ്ട താമസം സുബ്ഹാനല്ലാഹ് ചൊരിന്ത് മത്തറത് ഫരന്തനൻ അരുളി രുണിനാൽ ഉരം ഫെരും ഖത്റാൽ ചദർ ഫെരും പെരും ജലം സത്റാൽ പെരും ജലം സത്റാൽ ചുഷന്ത തലമെതും മെഷുന്ത നദി പടി തിശന്തിടെ ഫുനലാൽ ഇരിക്കകൾ തുടങ്ങിടെ വസ്ലാൽ അതേ നബി തങ്ങൾ ദുആ ചെയ്യേണ്ട താമസം നബി തങ്ങളുടെ കയ്യങ്ങ് താഴ്ത്തേണ്ട താമസം അതേ രാജാതിരാജാവായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകുന്നു സഹാബത്ത് കുളിക്കുന്നു സഹാബത്ത് അതാ അപ്പൊ റസൂലുള്ളാഹി പറയുന്നു നബിയേ ഓ സഹാബ നിങ്ങൾ എന്തോ കുളിച്ചോളൂ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഹൗദ് ഉണ്ടാക്കണം ഒരു ഹൗദ് തടാകം കെട്ടണം എന്തിന് വെള്ളം സംഭരിച്ചു വെക്കാൻ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളൊക്കെ നടത്തുന്ന പരിപാടി എന്താ പരിപാടി ഗ്രാമപഞ്ചായത്തുകളൊക്കെ വെള്ളം സംഭരിച്ചു വെക്കാൻ തടാകം കെട്ടുന്നു അല്ലേ പറമ്പില് തടാകം കെട്ടാൻ ആവശ്യപ്പെടുന്നു ഇതുപോലെ മുത്തുനബി പറയാണ് സഹാബത്തെ നിങ്ങളൊരു തടാകം ഉണ്ടാക്കണം കാരണം നാളെയും മറ്റന്നാളും ഒക്കെ കുളിക്കാനും കുടിക്കാനും ഒക്കെ വെള്ളം സംഭരിച്ചു വെക്കണം ആരോടാ പറയുന്നത് മഹാനായ നബി തങ്ങൾ സഹാബത്തിനോട് പറയാണ് സുബ്ഹാനല്ലാഹ് സഹാബത്ത് അതാ പെട്ടെന്ന് തടാകമുണ്ടാക്കുന്നു ഒരു തടാകമുണ്ടാക്കുകയാണ് ആ തടാകത്തിൽ വെള്ളം നിറക്കുകയാണ് മഴ പെയ്തപ്പോൾ ആ തടാകം നിറച്ചും വെള്ളമായി പോയി സഹാബത്തിന് വല്ലാത്ത സന്തോഷമായി പോയി അപ്പുറത്ത് ശത്രുക്കളാണ് അവിടെ ഒരു വെള്ളവുമില്ല ചളിയാണ് അവര് താമസിക്കുന്ന സ്ഥലത്ത് ചളിയാണ് അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ജലമില്ല അവര് പ്രയാസത്തിലാണ് സഹാബത്ത് കുളിക്കുന്നത് കാണുന്നു സഹാബത്ത് നോമ്പ് തുറക്കുന്നത് കാണുന്നു സഹാബത്ത് ഒതുടുക്കുന്നത് കാണുന്നു എല്ലാം നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ട് കാണുമ്പോ അതേ അപ്പുറത്തെ ആളുകൾ പറയാണ് നമുക്ക് വെള്ളമില്ലല്ലോ അപ്പോഴാണ് പറയുന്നത് കുറച്ച് വെള്ളം അപ്പുറം പോയി എടുത്തു കൊണ്ടുവന്നാൽ എന്താ അപ്പോഴാണ് എന്ത് ചെയ്യുന്നു ഇതൊക്കെ കംപ്ലൈന്റുകൾ ഇങ്ങനെ വന്നപ്പോ അബൂജാഹില് എന്ത് ചെയ്തു ആ ആളുകളോട് പറയുന്നു ആവേശം കൊള്ളിക്കാൻ തുടരമത്തളവും മുറവൊറ്റകളും ധുതികൾ ദഫുകളും കളിമണ്ണി ധ്വനികൾ ദാസികളാൽ കുടുംബ ഫുല്ലുകൾ ഫോള ചൂളകൾ കൊമ്പ് ചെങ്കുകളാൽ തകൃതികൾ കോള് താളമേ ഓടി ചാടിയും സഫുകളാൽ ആരാണ് അബൂജാഹിൽ ആവേശം കൊള്ളിക്കാണ് അബൂജാഹിലിന്റെ ആളുകളെ ഉടവക്കിടക്കിട നെടിയ നെടിൽകളും ചൊടിയ മധുക്കിട സമയം സമനടോ കൊടവ പിടയിലകൾ കയറയും ഇടയിൽ നട പുനവ വരി വരികൾ തീക്കുവതായും ഇടയിൽ നീക്കുവതായും വരുവറൊക്കുവതായും അണികളിപ്പരിതാളം വീരിത പോരർ ശുചായികളായുധ പൊതുവെ അണിയവെ വേളമത്തീരർ കടുമയർ വാൾക്കണക്കാര് മോയിൻകുട്ടി വൈദ്യര് മഹാനായ മോയിൻകുട്ടി വൈദ്യര് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എഴുതിയ ഗസ്വത്തുൽ ബദർ കുബ്ര എന്ന യുദ്ധചരിത്രം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത യുദ്ധചരിത്രത്തില് ഇതെല്ലാം വിവരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ ചൊട്ടഫെട്ടകൾ കൊത്തുള്ളി മട്ടിൽ കേട്ടിയ പില്ലും കല്ലുമേ കട്ടിച്ചാട്ടുള്ളി വെമ്മഴോ എട്ടിൽ പത്തത് തൊത്തുവകുകയും ആകെ ഓരെ തക്കതരം അണിവാരെ നിക്കൈ അണി നേരെ മുക്കിയവർ അടിച്ചേരെ തുടരമത്തളവും അതേ മുരസൊടെ മുറവ ഒറ്റകളും വജയുടെ തൊടികൾ ദഫുകളും കളിമണി ധ്വനികൾ ദാസികളാ
ആവേശം കൊള്ളിക്കുകയാണ്. അപ്പോഴത്തെ അതാ സഹാബത്തിനോട് റസൂലുള്ള പറയാണ്, സഹാബത്തെ യുദ്ധം തുടങ്ങാൻ സമയമായി, യുദ്ധം തുടങ്ങാനുണ്ട്, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ്, എല്ലാവരും ഒന്ന് റെഡിയാകണം, എല്ലാവരെയും എഴുന്നേറ്റ് നിർത്തി എല്ലാവരെയും സെറ്റപ്പ് ആക്കാണ് ചീഫ് കമാൻഡർ റസൂലുള്ളാഹി തങ്ങള്. അപ്പുറത്തുനിന്ന് അതാ മദ്ദളവും പാട്ടും ബെയ്ത്തും കൂട്ടും അതാ പെൺകുട്ടികളുടെ ചാട്ടവും അവരുടെ ഡാൻസും ഒക്കെ നടക്കുന്നു. ആ കള്ള് കുടിച്ചിട്ട് ആടുകയാണ്. ഇപ്പുറത്ത് സഹാബത്ത് നിസ്കരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും അണിയൊപ്പിക്കുകയാണ്. അണിയൊപ്പിക്കുന്ന കൂട്ടത്തില് സുബ്ഹാനല്ലാഹ് ഒരു സഹാബി, ആ സഹാബിന്റെ പേര് സവാദ് എന്ന് പറയുന്ന സഹാബി. ആ സഹാബിന്റെ വയറ് അല്പം കൂടുതലുള്ള സഹാബിയാണ്. ആ സഹാബിന്റെ വയറ്റിലേക്ക് നബി തങ്ങൾ വയറിന്റെ മുകളിൽ ഒരു തട്ട് തട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് സവാദ് ബേക്കോട്ട് നിന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കണം, ഇതിനെന്ത് സവാദ് റളിയല്ലാഹു തആല കിട്ടിയ ചാൻസ് മുതലാക്കി. എപ്പോഴാ മുതലാക്കിയത്? റസൂലുള്ളാഹിന്റെ വഫാത്ത് അടുത്തപ്പോൾ മദീന പള്ളിയിൽ വെച്ച് നബി തങ്ങൾ ഒരു പ്രസംഗം എന്താ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. സഹാബ, ഞാൻ വല്ല തെറ്റുകളും നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം, മറക്കണം. ഞാൻ നിങ്ങളെ വല്ലതും ആക്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പകരം ചോദിക്കാനുള്ള ചാൻസാണ്, സദസ്സാണ്, ആരും മടി കാണിക്കാണെന്ന് പറഞ്ഞപ്പോ ഒരു മൂലയിൽ നിന്ന് എല്ലാവരും നിശബ്ദരായി തരിത്തു നിൽക്കുന്ന തലയും താഴ്ത്തിയിരിക്കുമ്പോ മൂലയിൽ നിന്നൊരു സഹാബി എഴുന്നേറ്റിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ നിങ്ങളെ ബദർ രണാങ്കണത്തിന് അണിയൊപ്പിക്കുന്ന സമയത്ത് എന്റെ വയറ്റിന്റെ മുകളിലേക്ക് ഒരടി അടിച്ചിരുന്നു. എനിക്ക് പകരം അടിക്കണം നബിയേ, എനിക്ക് പകരം കുത്തണം നബിയേ. സുബ്ഹാനല്ലാഹ്, ഉരത്തിയാ മൗലൽ ഖുറബ ഉശിറങ്കും യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. ഫരിയോനോ മൈറക്കെ ഫേഷം ജിൻ ഇൻസിഡക്കെ ഫിർ സംറസൂലദാക്കെ യാ സഫി അല്ലാഹ്, യാ സഫി അല്ലാഹ്. ബരിശൈ റഹ്മത്തിനല്ലാഹ്, മഅസാക്കിയുള്ളതല്ല, പൊരുത്തപ്പെടുത്താനല്ല. യാ നബി അല്ലാഹ്, യാ നബി അല്ലാഹ്. ഉരത്തിയാ മൗലൽ ഖുറബ ഉശിറയങ്കൽ യാ ഹബീബ ഉദിമങ്കും താബ താബ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളോട് സവാദ് പറയുകയാണ്, ഇസ്തഖിം യാ സവാദ്. സുബ്ഹാനല്ലാഹ്. ഫഖാല റസൂലുള്ളാഹി യാ റസൂലല്ലാഹ്, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ. ഫഖാല, അവിടുന്ന് പറയാണ്, ഫഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ്, ഫഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ്. നിങ്ങളെ സത്യത്തിന്റെയും നീതിയുടെയും നേതാവായിട്ട് പറഞ്ഞയച്ചതല്ലേ, നിങ്ങളെ അതുകൊണ്ട് തന്നെ എനിക്ക് പകരം ചോദിക്കണം, നീതി പ്രവർത്തിക്കൂ നബിയേ. ഞാൻ പ്രതികാരം വീട്ടും നബിയേ. അപ്പോഴാണ് ഇടയ്ക്ക് ഞാനൊരു സംഭവം മോയിൻകുട്ടി വൈദ്യരേഖി വെച്ചത് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തരിത്തപ്പതോദർ ചൊന്നാൽ സവാദനി ചൊന്നതെന്ന താഹാവേ എങ്കളെന്ന സഫദിൽ സബഖാൽ, സഫദിൽ സബഖാൽ കത് താഹാ ഉങ്കളെത്തി കെദ്ഹാലേ വണ്ട് കൊത്തി കവായത്ത് കൈമശത്തിൽ ആക്കും എങ്കിലുമേ. നബിയേ, നിങ്ങളെ കൈകൊണ്ട് എന്നെ കുത്തിയതാണ്, തിരിച്ചു കുത്തണം നബിയേ. സവാദ് റളിയല്ലാഹു തആലായുടെ വാക്ക് കേട്ട് സഹാബത്ത് ഞെട്ടിത്തെറിക്കുകയാണ്. സഹാബത്തിന് നബി തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. സവാദ് വരട്ടെ, എന്നെ കുത്തട്ടെ. സഹാബാക്കളെ, നിങ്ങൾ അടങ്ങൂ, സവാദ് ഇങ്ങോട്ട് വരട്ടെ, കുത്തട്ടെ. ഇതാണ് നേതാവിന്റെ പവർ.
ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു തആല നബി തങ്ങളുടെ ചാരത്തേക്ക് മെല്ലെ മെല്ലെ അടുക്കുകയാണ്. കയ്യിലതാ റസൂലുള്ള കുന്തം കൊടുക്കുന്നു. ആ കുന്തവുമായി അടുത്തടുത്തടുത്തടുത്തടുത്ത് സുബ്ഹാനല്ലാഹ് ഉദരം വല്ലാവരുത്തം ഉളവായാതെ നിമിത്തം ഉളമാനാത് പൊരുത്തം ആക്കിടാ നബിയേ സുബ്ഹാനല്ലാഹ് കബീസയിക്കണം നബിയേ, എനിക്ക് വയറ്റിന്റെ ബാറ്റിലാണ് കുത്തേണ്ടത്. അങ്ങനെ കുന്തം വലിച്ചെറിയുന്നു. നബി തങ്ങളെ അണച്ചു കൂട്ടുന്നു. ഉദരത്തിൽ ചുംബിക്കുന്നു, ചുണ്ടുകളിൽ ചുംബിക്കുന്നു, കവിളിൽ ചുംബിക്കുന്നു, എല്ലാ സ്ഥലത്തും ചുംബിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, സവാദ് വിജയിച്ചു പോയി, സവാദ് വിജയിച്ചു പോയി. നിങ്ങൾ നോക്ക്, ഈ സവാദ് റളിയല്ലാഹു തആല അൻഹുവിനെ കിട്ടിയ ചാൻസ് അല്ലേ? അതാ സഹാബത്ത് വെള്ളം അതാ ശേഖരിച്ചു വെച്ച ഹൗള്, ആ ഹൗളിൽ നിന്ന് അബൂജഹൽ ചോദിക്കുകയാണ് അപ്പുറത്തെ ആളുകളോട്, നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾക്ക് വെള്ളം വേണമല്ലേ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമല്ലേ? അതാ മുഹമ്മദിന്റെ അനുയായികൾ സംഭരിച്ചു വെച്ച ഹൗളുണ്ടല്ലോ, ആ ഹൗളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ധൈര്യമുള്ളവരാരാണ്? 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 അപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, അതെ ഞാനുണ്ട്, ഞാനുണ്ട്, ഞാനുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്തതാ വെള്ളം കോരാൻ വേണ്ടി വരുന്നു. സുബ്ഹാനല്ലാഹ്. സഹാബത്ത് പറയുകയാണ്, അബൂജഹൽ അപ്പുറത്തെ ആളുകളോട് ചോദിച്ചതെന്താണ്? നമ്മൾ സംഭരിച്ചു വെച്ച വെള്ളത്തിൽ നിന്ന്, ടാങ്കിൽ നിന്ന്, ഹൗളിൽ നിന്ന് വെള്ളം കോരണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സമാധാനിക്കൂ, 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 നിങ്ങൾ സമാധാനിക്കൂ, നിങ്ങൾ സമാധാനിക്കൂ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. റസൂലുള്ളാഹി പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ ആരെങ്കിലും പേര് വിളിച്ചിട്ട് നിങ്ങൾ അവനോട് എതിരിടൂ എന്ന് പറയുമെന്നായിരുന്നു സഹാബത്തിന്റെ ചിന്ത. പറഞ്ഞില്ല. പെട്ടെന്നതാ ഹംസ ചാടി അടുത്തോടെ, ഹംസ ചാടി അടുത്തോടെ ആരടാ നിന്ന് കുടിപ്പവൻ, ഹൗദിൽ നിന്ന് കുടിപ്പവൻ. ഹംസത്തുൽ ഖറാർ തങ്ങള് സുബ്ഹാനല്ലാഹ് വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി. തമ്പിയ സബദരി മാറടാ വള്ളൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ, വെള്ളം കുടിക്കുന്നു നാരടാ. അംബർ ഷഫീഉല്ലാഹ് കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ. ഖൈറുൽ വറാ നബിയോർ കൂളത്തിൽ നിന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, ധൈര്യമുണ്ടെങ്കിൽ കോരടാ. അസദുല്ലാഹ്, അതേ സിംഹക്കുട്ടി, അല്ലാഹു പേരിട്ട സിംഹക്കുട്ടി. ലില്ലാഹി ദർറു ഹംസതൽ കറാരി അസദില്ലാഹ് മുബാരിസൻ നസ്ബദൽ അദുവലില്ലാഹ്. അസദുല്ലാഹ് മൻ അസദുല്ലാഹ് മാ അദ്റാക മൻ അസദുല്ലാഹ്. അസദുൻ ഫീ സബ്ഇ സബാവാതിൻ ഇൻദല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അസ്വദ് എന്ന് പറയുന്ന ആള്, അതാ അസ്വദുൽ മഖ്സൂമി എന്ന് പറയുന്ന ശത്രുപക്ഷത്തെ ആള് വന്നിട്ട് വെള്ളം കോരാൻ വേണ്ടി തുരിഞ്ഞപ്പോൾ അസദുല്ലാഹി റളിയല്ലാഹു ചാടി അസ്വദ് അവിടുന്ന് മാറടാ. അസ്ഹബുൽ ഹൗലിന്ന് ആരടാ ജലം കുടിക്കുന്നവരുണ്ടെങ്കിൽ കോരടാ. പിടയുന്ന പടവളം മെടിപ്പൊടി പൊരുതി അടർക്കള്ളം പടർക്കള്ളം പൊടി പൊടി പരത്തി അടരാടുന്ന അസ്വദിനൊരു വെട്ടി കൊടുത്ത് ചാടുന്ന അസ്വദ് പാടെ മറഞ്ഞല്ലോ. ചാടി പോലെ ഹംസ താഴെ മറഞ്ഞല്ലോ. അസദുല്ലാഹി റളിയല്ലാഹു
അസ്ബദ് അവിടുന്ന് മാറടാ അസ്ഹബുൽ ഹൗളിന്ന് ആരടാ ജലം കുടിക്കുന്നവരുണ്ടെങ്കിൽ കോരടാ സുബ്ഹാനല്ലാഹ് ഹംസ ചാടി അടുത്തുടൽ ആരടാ ശുജഅത്തുരത്തമേ ഹൗളിൽ നിന്ന് കുടിപ്പവൻ അമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പി അസ്വദിൽ മാറടാ ഹംസ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ എളാപ്പയാണ് റസൂലുള്ളാഹിന്റെ കൊച്ചളാപ്പയാണ് ആ ഹംസത്തുൽ ഖറാർ തങ്ങളുടെ ഈമാനങ്ങ് തിളക്കുകയാണ് അതാ ചാടി വീഴുകയാണ് ആരടാ സുബ്ഹാനല്ലാഹ് എന്നിട്ട് ഹംസത്തുൽ ഖറാർ തങ്ങളെ പറഞ്ഞപ്പോൾ എന്താണ് ഞാൻ മുറ്റ നബിയുന അമർ എൻ്റെ ഹൗദുടഫദാ ഞാൻ ഇരിക്കവ ജിന്നു മിൻസിലും നാക്ക് ദിക്കിലുമില്ല ഫേർ ഞാൻ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഹയാത്തോടെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹംസ റളിയല്ലാഹു തആല എന്നെ പറയാണ് ഞാൻ മുറ്റ നബിയുന അമർ എൻ്റെ ഹൗദുടഫദാ ഞാൻ ഇരിക്കവേ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ജിന്നും ഇൻസിലും ജിന്ന് വർഗത്തിലും മിൻസ് വർഗത്തിലും നാല് ദിക്കിലും ഇല്ല ഫേർ നാല് ദിക്കിലും ഒരാളുമില്ല എന്നോട് നേരിടാൻ നിങ്ങൾ നോക്ക് മുഅ്മിനെ നോക്കണം മുഅ്മിനെ നോക്കണം അങ്ങോട്ട് ആക്രമിച്ചില്ല അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തില്ല അങ്ങോട്ട് പോയിട്ട് അതാ ഒരല പോലും പിടിച്ചു പറിച്ചില്ല ഒരു ഇർക്കിൾ പോലും പിടിച്ചു പറിച്ചില്ല സഹാബത്ത് അവരെ രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് കുളിക്കാനും കുടിക്കാനും സംഭരിച്ചു വെച്ച തടാകം ആ തടാകത്തിലേക്ക് നുഴഞ്ഞു കയറിയതാണ് യുദ്ധത്തിന് കാരണം നിങ്ങൾ നോക്ക് ഇതൊരു കാരണമല്ല പല കാരണങ്ങളുമുണ്ട് ചുരുക്കി പറയുന്നു അവിടുന്ന് യുദ്ധം തുടങ്ങുകയായി ആ യുദ്ധം തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കണം എന്തുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല പടപൊരുതുകയാ ഒരു തുള്ളി വെള്ളം പോലും അസ്ബദിന് കൊരാൻ കഴിഞ്ഞില്ല കുടിക്കാൻ കഴിഞ്ഞില്ല പോയിട്ട് തൊടാൻ ഹൗള് തൊട്ടു പോകാൻ വരെ കഴിഞ്ഞില്ല സുബ്ഹാനല്ലാഹ് പിന്നെ യുദ്ധമാണ് പിന്നെ പോർവിളിയാണ് പിന്നെ അടർക്കളത്തിൽ അടരാനുള്ള സമയമായെന്ന് അതാ പ്രഖ്യാപിക്കുകയാ പിന്നെ സുബ്ഹാനല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കണോ ബദ്രീങ്ങളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കണം വെറുതെ അങ്ങ് പോയിട്ട് പോകുന്നവരല്ല വെറുതെ അങ്ങ് പോയിട്ട് ബദ്രീങ്ങളായതല്ല നീനിവിടെ നിലനിൽക്കണം ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണമെന്ന് ചിന്തിച്ചവരാണ് അല്ലാഹ് അവരെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.